ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള പുതിയ തരം ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാട്ടോ ആദ്യം കാണിക്കുന്നത്. നമ്മൾ ഈ സാരിയൊക്കെ ഉണ്ടല്ലോ, ടൈ ആൻഡ് ഡൈ എന്നൊക്കെ പറഞ്ഞ സാരി ഉണ്ടല്ലോ, അതുപോലെ സാരി ഉണ്ട്, ഷോൾ ഉണ്ട്, അതിൻ്റെ കുറേ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ബെഡ്ഷീറ്റ്സ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കേട്ടോ. അതായത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് നല്ല ഭംഗിയില്ല, നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിരിക്കുന്നത്. ഞാനിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ നല്ല റൗണ്ട് ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ വരും കേട്ടോ. ഇതിങ്ങനെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒളിച്ചു വെച്ചിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ടൈ ആൻഡ് ടൈയുടെ കൂട്ട് ബെഡ്ഷീറ്റ്സ് ആണ്. ഇതിൻ്റെ സൈസ് എല്ലാം കിങ് സൈസ് മാത്രമേ ഉള്ളൂ. ക്യൂൺ സൈസിൽ ഇത് അവൈലബിളേ അല്ല കേട്ടോ. ഇത് കണ്ടോ നല്ല. ഇത് പിന്നെ നമുക്ക് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് പ്രീ ഓർഡർ ചെയ്താൽ നമ്മൾ ഇതിൻ്റെ സിംഗിൾ സൈസ് നമ്മൾ ചെയ്തു തരും. അല്ലാതെ നമുക്ക് ക്യൂൺ സൈസിൽ ഇത് അവൈലബിൾ അല്ല കേട്ടോ. ഇത് പക്ഷെ വാഷ് ചെയ്യുന്നതിന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സാരികൾ എങ്ങനെ വാഷ് ചെയ്യുന്നു അതിൻ്റെ സെയിം മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ അത്രയും കെയർ എടുത്തൊക്കെ വാഷ് ചെയ്യണം. വെറുതെ നമ്മളിങ്ങനെ വാഷ് ചെയ്യരുത്. ജസ്റ്റ് വെള്ളത്തിൽ മുക്കി എടുത്ത് മീൻസ് ഒന്ന് കുഞ്ഞായിട്ട് സോപ്പൊക്കെ ഇട്ട് അങ്ങ് കഴുകിയാൽ മതി. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് തോന്നും കുറച്ച് കളർ പോകുന്നുണ്ടോ, കുറച്ച് കളർ പോയില്ലേ എന്ന്. അതിങ്ങനെ ബ്ലീഡ് ആകുന്നതല്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ടൈ ആൻഡ് ഡൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ നല്ല എൻഹാൻസ് ചെയ്ത് വരുമെന്നാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോലത്തെ തന്നെ ബെഡ്ഷീറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ വാഷ് ചെയ്യുമ്പം കുറച്ചിങ്ങനെ ഗ്രീൻ കളർ പോകുന്ന പോലെ തോന്നും, പക്ഷെ അത് കളറ് ബ്ലീഡ് ആകുന്നതല്ല. നല്ല തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ലേ, നിങ്ങൾ ഓർക്കും ഇതെല്ലാം പൊട്ടയാണ്. പക്ഷെ അല്ല കേട്ടോ, നല്ല രസം. അതിൻ്റെ ബാഗൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഞ്ഞു പൂക്കളുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1000 താഴെയാണ്. സൈഡ് ബോർഡർ വന്നിട്ട് കണ്ടോ ഇതുപോലെ നല്ല റെഡ് കളറാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തിനാ ഈ കളർ പോകുന്ന കാര്യം പറയുന്നത്, ഇതൊന്നും പറയാതിരുന്നാൽ മതിയില്ല. അങ്ങനെയല്ല, നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനാണ് ഇഷ്ടം. അല്ലാതെ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പറഞ്ഞ് പറ്റിക്കാനോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുവാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ കൊതി കുത്തിയൊക്കെ ഇരിക്കുവാണെങ്കിൽ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടൊക്കെ കൊതി കുത്തി ഇരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അങ്ങ് പോയി പറഞ്ഞ് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് പറയണം കേട്ടോ. ചാടിക്കയറി തുള്ളി പറഞ്ഞ് ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അപ്പം ആലോചിക്കുമായിരിക്കും, ആരെങ്കിലും കൊതി കുത്തി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതൊരു ട്രിക്കാണ് കേട്ടോ. പയ്യെ സോഫ്റ്റ് ആയിട്ട് പോയി ഇങ്ങനെ മയക്കുക, എളുപ്പമുള്ള പണിയാണ് കേട്ടോ. ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, നല്ല തെങ്ങിൻ്റെ പടമുള്ളതാട്ടോ. നല്ല രസമാണ് ഇത് കാണാനേ. ഇതിൻ്റെ നടുവശം നല്ല സോഫ്റ്റ് ആണ്. സൈഡ് ബോർഡർ നല്ല തിക്കായിട്ട് വരും. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള പിള്ളേരൊക്കെ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഷെല്ലിൻ്റെ പടമുണ്ട്. അതായത് ഒരു നമ്മൾ എന്താ പറഞ്ഞ ഒരു കടപ്പുറത്ത് പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ നല്ലൊരു രസമുണ്ട്. ക്യാറ്റസും ഉണ്ട് കേട്ടോ, തെങ്ങൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട്. അതായത് ഇപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ പ്രീമിയം ആയിട്ടൊക്കെ ചെയ്യുന്ന അതിൻ്റെ തന്നെ ചില വാൾപേപ്പർ, ചില കർട്ടൻസ് ഒക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷീറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക രാജകീയമായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുവേ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുവാണ്, ഈ ഒരു ബെഡ്ഷീറ്റ് ഇനിയുള്ളത് അതിൻ്റെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് യൂഷ്വലി വരുന്നത് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലിയ പില്ലോ കവേഴ്സ് ആണ്. ഇനി ഞാൻ മടുത്തു കേട്ടോ, ഈ സൂര്യകാന്തിയെ കൊണ്ട് ഞാൻ മടുത്തു. ഈ സൺഫ്ലവറിൻ്റെ പല ബോർഡേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇന്നും കൂടി ഞാനത് കാണിക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സൺഫ്ലവർ, നല്ല പ്രകാശമാകും, അങ്ങനെയാവും ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞപ്പം ഇതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ഡിസൈൻ കേട്ടോ. നമ്മൾ തന്നെ ഇത് കാണുമ്പോൾ ഓർക്കും അയ്യോ ഇതെന്താന്ന് ഓർക്കുവേ. സൈഡ് ബോർഡർ ഇന്നത്തെ നല്ല പിസ്ത കളറാണ്, നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. ഇന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് എന്നാണെന്നറിയാമോ, ടാനിയ ഇന്ന് കൊതികുത്തിയാണോ വന്നിരിക്കുന്നതെന്നാണ്. ഇതെല്ലാ വീട്ടിലും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. നമ്മൾ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റാണ് ചോദിക്കേണ്ടത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇനി നല്ല കുഞ്ഞു 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 പൂക്കളുള്ള, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ ചേട്ടന്മാർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പൂക്കളോട് കൂടിയ നല്ലൊരു ഷീറ്റാട്ടോ. നല്ല സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് 100 × 100 8 ഇഞ്ചസ് ആണ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് കേട്ടോ. ഇനി അടുത്ത പൂക്കള് നല്ല രസമാണ്. ഇന്നത്തെ പൂക്കളൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇനി പൂക്കളിനൊക്കെ ഇപ്പൊ നല്ല ചൂടൊക്കെ അല്ലേ ഇവിടെ, അപ്പൊ നന്നായിട്ട് മുറ്റത്ത് പോയി വെള്ളമൊക്കെ ഒഴിക്കാൻ പിള്ളേരോട് പറയണം. പൂക്കളൊക്കെ ചീത്തയായി പോകുന്നു, പോയി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കണം. ബെഡ്ഷീറ്റിലല്ല വെള്ളം ഒഴിക്കേണ്ടത്, പുറത്ത് പോയി പിള്ളേരെയൊക്കെ ഒന്ന് നടക്കാനൊക്കെ പഠിപ്പിക്കണം. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് റെഡ് കളർ ആട്ടോ. സെന്റർ പോർഷൻ വന്നിട്ട് ഈ ഒരു കളറാണ്. മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്രയിലാണ്. കടവന്ത്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചെറുപറമ്പത്ത് റോഡിലാണ്. ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് മാഗ്നിസ്കേപ്സ് ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മെട്രോ പില്ല നമ്പറിൻ്റെ അവിടെ 795 നോക്കുക. കടവന്ത്രയെന്ന് വരുമ്പോഴും വൈറ്റിലേന്ന് വരുമ്പോഴും, എന്നിട്ട് റോഡിലോട്ട് കയറുക. ആദ്യം മാഗ്നിസ്കേപ്സിന് ഒരു ബോർഡ് കാണും. അപ്പോൾ അവിടെ അങ്ങ് തിരിയാം. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ബാക്കിലോട്ട് പോയി തിരിഞ്ഞാൽ അവിടെ കാർ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ആകണ്ടാണേ. അപ്പോൾ അതുപോലെ നല്ല കറക്റ്റായിട്ട് ഇവിടെ വരാൻ പറ്റും. നമുക്കിവിടെ ബെഡ്ഷീറ്റ് മാത്രമല്ല, ടേബിൾ ക്ലോത്ത് ഉണ്ട്, കിച്ചൺ ടവലുണ്ട്, ഡോമാറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര മിതമായ വിലയ്ക്കാണ്. ഒരുപാട് വിലയൊന്നുമില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് വിൽക്കുന്നത് കേട്ടോ. ഇത് ഞാനിനി എല്ലാ ദിവസവും തന്നെ പറയാൻ പോവാം. കാരണം ഞാൻ ഈ 695 പറഞ്ഞപ്പോൾ 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് കൊള്ളത്തില്ല അല്ലേ എന്ന്. അതുകൊണ്ടല്ല, ഞാൻ തന്നെ പറയുക, നല്ല ക്വാളിറ്റി, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇത് മേടിക്കാൻ പറ്റണം. അതുപോലെയാണ് നമ്മുടെ ഷീറ്റ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ല സന്തോഷത്തോടെ ഇരുന്ന വീഡിയോ കണ്ട് വഴക്കൊക്കെ കുഞ്ഞായിട്ടുണ്ടാക്കിയവർ പോയി തോണ്ടിയൊക്കെ കൂട്ടൊക്കെ കൂടണം കേട്ടോ. താങ്ക് യു.